പിണറായി വിജയൻ ഒരു സുഹൃത്താണ്, അത് നിഷേധിക്കാൻ കഴിയില്ല. മിതത്വം പൊതുവെ പാലിക്കുന്ന ഒരാൾ സുഹൃത്തുക്കളെ ആവുമ്പോൾ അല്പം കൂടുതൽ, അതായിരിക്കും അങ്ങനെ തോന്നുന്നത്. അങ്ങ് പിണറായി വിജയനെ വിമർശിക്കുമ്പോൾ ഒരു മിതത്വം പാലിക്കുന്നുണ്ട്. അങ്ങും പിണറായി വിജയനും തമ്മിൽ എന്താണ് ഇത്ര ഗാഢമായൊരു ബന്ധത്തിന്റെ? പൊതുവെ ഞാനൊരു മിതത്വത്തിൻ്റെ ആളാന്ന് പറഞ്ഞല്ലോ. പിന്നെ പിണറായി വിജയൻ ഒരു സുഹൃത്താണ്, അത് നിഷേധിക്കാൻ കഴിയില്ല. ഞാൻ കണ്ണൂരൊക്കെ പഠിച്ചിങ്ങനെ പോകുന്ന കാലം തൊട്ട് സുഹൃത്താണ്, നല്ല സുഹൃത്താണ്. മിതത്വം പൊതുവെ പാലിക്കുന്ന ഒരാൾ സുഹൃത്തുക്കളെ ആവുമ്പോൾ അല്പം കൂടുതൽ, അതായിരിക്കും അങ്ങനെ തോന്നുന്നത്. അപ്പോൾ കരുണാകരനുണ്ട്, അതേപോലെ തന്നെ പിന്നെ ആൻ്റണി ഉണ്ട്, ഉമ്മൻചാണ്ടിയുണ്ട്. ഓരോരുത്തർക്കും ഓരോരോ പ്രത്യേകത ഉണ്ട്. ഉദാഹരണമായിട്ട് കരുണാകരൻ ഒരു ബെസ്റ്റ് അഡ്മിനിസ്ട്രേറ്ററും ഡെവലപ്മെൻറ്റിൻ്റെ ഒരു വലിയ വക്താവും. ആൻ്റണി എന്ന് പറഞ്ഞാൽ വേറൊരു നിലക്കാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ആ ഗവൺമെൻറ്റിനുണ്ടാവും. അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡാണ്. സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ മാക്സിമം വർക്കഹോളിക്കാണ്. അത് അദ്ദേഹത്തെ കണ്ട് പഠിക്കണം. പിന്നെ ജനകീയ മുഖമാണ്, ജനങ്ങളടിയിൽ എപ്പോഴും. അദ്ദേഹം എപ്പോഴും എന്നോട് പറയാറുണ്ട്, എന്തെങ്കിലും സ്വകാര്യമായി പറയാൻ വേണ്ടി ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ കിട്ടൂല, ആൾക്കൂട്ടത്തിലായിരിക്കും. അപ്പോൾ എന്നോട് പറയും, സ്വകാര്യം പറയാൻ നല്ലത് ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോഴാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി പറയും. അപ്പോൾ ഓരോരോ ഡിഫറൻറ്റ് സ്റ്റൈലല്ലേ. ഈ മൂന്ന് ശൈലിയും കണ്ടപ്പോൾ മൂന്ന് ഗുണങ്ങളുണ്ട്, മൂന്ന് പ്രത്യേകതകളുണ്ട്. മൂന്ന് മുഖ്യമന്ത്രിയുടെ കീഴിൽ ഞാൻ പ്രവർത്തിച്ചു.